പ്രിയരെ നമസ്കാരം. നമുക്കിന്ന് KSRTC ബസ്സിനെ കുറിച്ച് നമുക്കൊന്ന് സർവീസ് നടത്താനായിട്ട് ബന്ധപ്പെട്ടൊന്ന് ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. ഞാൻ ശിവദാസൻ നന്ദ്യാട്ട്, സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നാഷൻ പൗരാവകാശ സംരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമുക്കറിയാം, മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം KSRTCയുടെ ഗതാഗത വകുപ്പ് CP ജോണിനാണ് കൊടുത്തിരിക്കുന്നത്. CP ജോണിനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരു സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്ത ഏകമന്ത്രി CP ജോണാണ്. അദ്ദേഹം വളരെയധികം ദാർശനികനും വളരെയധികം കാര്യപ്രാപ്തിയുള്ള വ്യക്തിയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വെൽ സ്റ്റഡീഡായിട്ടുള്ള ഒരു മന്ത്രിയാണെന്നുള്ളതിന് കേരള സമൂഹം മൊത്തം അംഗീകരിക്കുന്നൊരു കാര്യമാണ്. തർക്കം ഉണ്ടാവില്ല. എന്തായാലും വളരെ സൈദ്ധാന്തികൻ മാത്രമല്ല, ഒരു ബഹുമുഖ പ്രതിഭ കൂടിയാണ്. എന്തു തന്നെയായാലും ഈ KSRTC പോലെയുള്ള വളരെ ചലഞ്ച് ചെയ്യുന്ന ഏറ്റവും പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള ആ വകുപ്പ് CP ജോൺ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ പൊതുസമൂഹത്തിനും നമുക്ക് ആവശ്യമാണ് എന്തായാലും. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം, ഇപ്പോൾ ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് VD സതീശൻ, ബഹുമാനപ്പെട്ട മിസ്റ്റർ VD സതീശൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ജൂൺ മാസം 15-ാം തീയതി മുതൽ സൗജന്യ യാത്രയാണ് പറയുന്നത്. ആ സൗജന്യ യാത്ര നടത്തുമ്പോൾ ഇന്ന് നമുക്ക് പല ട്രോളുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. KSRTC കട്ടപ്പുറത്ത് വരും, ഇത് നശിച്ച് നാരായണക്കല്ല് മാന്താനുള്ള സാധ്യതയാണ്, പിന്നെ മാത്രമല്ല സ്വകാര്യ ബസ്സുകളൊക്കെ തന്നെ അടച്ചുപൂട്ടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള വ്യാകുലതകളും നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ, ഈ KSRTC രക്ഷപ്പെടാനുള്ള ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. വിയോജിപ്പുകൾ വേണമെങ്കിൽ പലവർക്കുണ്ടാകും. നമുക്കറിയാം ഇന്നത്തെ ഒരു അവസ്ഥ KSRTCയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ ചില സ്ട്രാറ്റജി, തന്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ വേണം ശരിക്കും, എങ്കിൽ മാത്രമാണ് KSRTC രക്ഷപ്പെടുള്ളൂ. നമുക്കറിയാം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 5400ഓളം ബസ്സുകളുണ്ടെന്നാണ് പറയുന്നത്. കേരളത്തിൽ 5000 ആക്യുറേറ്റായിട്ടുള്ള കണക്ക് തന്നെയാണ് ഏകദേശമാണ്. പക്ഷേ എങ്കിലും ചിലപ്പോൾ അതിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതൊക്കെ നമ്മൾ വലിയൊരു മുഖവിലേക്ക് എടുക്കാതെ അതൊക്കെ തൃണവൽക്കരിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ ചിലപ്പോൾ ഡാറ്റയൊക്കെ വയ്ക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ KSRTC ആയിട്ട് ബന്ധപ്പെട്ടിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് 5400 ബസ്സുകളാണ് ഉള്ളത്. അതിൽ 4500ഓളം റൂട്ടുകൾ പ്രതിദിനം സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിദിനം സർവീസ് 4500ഓളം ബസ്സുകൾ പ്രതിദിനം സർവീസ് നടത്തട്ടെ. 900 ബസ്സുകൾ ശരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം വരുമ്പോൾ വെച്ചാൽ കട്ടപ്പുറത്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഈ ചിത്രം. 5400 ബസ്സുകളിൽ 4500 ബസ്സുകൾ സർവീസ് നടത്തട്ടെ. 1117ഓളം 1117 ബസ്സുകൾ 15 വർഷം പഴക്കമെത്തിയ ബസ്സുകളാണ്. 1117 ബസ്സുകൾ 15 വർഷം പഴക്കമെത്തിയേക്കുന്ന ബസ്സുകളാണ്. അപ്പോൾ ഈ ബസ്സുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്ന ആ നിയമപ്രകാരം വെഹിക്കിൾ സ്ക്രാപ്പിംഗ് നയം എന്ന രീതിയിൽ ഈ ബസ്സുകളൊക്കെ തന്നെ നമുക്ക് മാറ്റാതിരിക്കാനായിട്ട് കഴിയില്ല. ഈ 1117 ബസ്സുകൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന വെഹിക്കിൾ സ്ക്രാപ്പിംഗ് നയം മൂലം നമുക്ക് ഈ ബസ്സുകൾ മാറ്റിയെടുക്കേണ്ടി വരും. എന്തായാലും വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, വളരെ ചങ്കായിട്ടുള്ള ഏറ്റവും നമുക്ക് സ്വകാര്യ പങ്കാളിത്തത്തോടെ നടത്തുന്ന ഒരു ഇതായിട്ട് നടത്തുന്ന സ്വിഫ്റ്റ് ബസ്സുകൾ 423 സ്വിഫ്റ്റ് ബസ്സുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഈ 423 ബസ്സുകൾ എന്ന് പറയുമ്പോൾ വളരെ ചങ്കായിട്ടുള്ള റൂട്ടുകളാണ് ഈ സ്വിഫ്റ്റ് ബസ്സുകൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ യഥാർത്ഥത്തിൽ KSRTCയെ നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവണതയാണ് മുൻ സർക്കാരുകൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് സംശയമില്ലാത്ത. ഗണേഷ് കുമാറിനെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ അദ്ദേഹം നല്ല മന്ത്രിയാണ്. പക്ഷേ എന്തോ വീണ്ടും വിചാരമില്ലാതെ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് മുൻപുള്ള സംവിധാനത്തിലെ ഗണേഷ് കുമാറിന് മുൻപുണ്ടായിരുന്ന മന്ത്രി ആൻ്റണി രാജു ഭരിക്കുന്ന സമയത്താവാനും വേണമെങ്കിൽ സാധ്യതയുണ്ട്. 423 ബസ്സുകൾ ചങ്കായിട്ടുള്ള ദീർഘദൂരം യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള ബസ്സുകൾ സ്വിഫ്റ്റിന് കൈമാറി എന്നുള്ളതാണ്. നമ്മൾ ആ റൂട്ട് സ്വിഫ്റ്റിന് കൈമാറി എന്നുള്ളതാണ്. പിന്നെ എങ്ങനെ രക്ഷപ്പെടും? സാമ്പത്തികമായിട്ട് ഏറ്റവും നല്ല റൂട്ട്, നല്ല ചങ്കായ റൂട്ടുകൾ സ്വിഫ്റ്റിന് കൈമാറിയാണ് ശരിക്കും ചെയ്യണമെങ്കിൽ. അപ്പോൾ അതൊരു ഡ്രോബാക്കാണ് ശരിക്കും ഇതിന് മുൻപ് നടന്നിരിക്കുന്നത്. ഇത് തിരുത്തേണ്ട ഒരു കാര്യമാണ്. അതെങ്ങനെ നമുക്ക് തിരുത്താൻ കഴിയുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സ്വകാര്യ പങ്കാളിത്തം എന്ന് പറയുമ്പോൾ ഇന്ത്യ ഒരു മിക്സഡ് ഇക്കോണമിയാണ്. ഇന്ത്യ ഒരു മിക്സഡ് ഇക്കോണമി എന്ന് പറയുമ്പോൾ പകുതി ക്യാപിറ്റലിസവും പകുതി സോഷ്യലിസമാണ് ശരിക്കും പറഞ്ഞെങ്കിൽ. സ്വകാര്യ പങ്കാളിത്തം വേണ്ടാന്നൊന്നും പറയുന്നില്ല. പക്ഷേ ചില മേഖലകളിൽ സ്വകാര്യ പങ്കാളിത്തം നമുക്ക് ഗുണം ചെയ്യുകയില്ല. ഇതൊരു പൊതുഗതാഗത സംവിധാനങ്ങളാണ്. ഒരു
ക്ഷേമമാണ്, ജനങ്ങളുടെ വെൽഫെയറാണ് ഇതുകൊണ്ട് ലക്ഷ്യമുണ്ട് യഥാർത്ഥത്തിൽ. ആ വെൽഫെയർ ആകുമ്പോൾ തന്നെ ഇതിനൊക്കെ തന്നെ ലാഭ കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ കച്ചവട കണ്ണുകൊണ്ടോ ഈ ഇത്തരത്തിലുള്ള ഈ പൊതുഗതാഗത സംവിധാനത്തെ കാണാൻ പാടില്ല. ഒരു സാമൂഹ്യമായിട്ടുള്ള ക്ഷേമം കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസ്ഥേനെ ഇതിന് നമ്മൾ പരിപാലിച്ച് വരണം ശരിക്കും യഥാർത്ഥത്തിൽ. ഇതിൻ്റെ നഷ്ടങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും വരുമ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തൊഴിലാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,000 മുതൽ 28,000 വരെ തൊഴിലാളികൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 25,000 മുതൽ 28,000 വരെ തൊഴിലാളികളാണ് ശരിക്കും ഈ ബസ്സുകളിൽ നമുക്കുള്ളത്. അതായത് 5,400 ബസ്സുകളല്ലെങ്കിൽ 4,500 ബസ്സുകൾ ഓടുമ്പോൾ നമുക്ക് 25,000 മുതൽ 28,000 വരുന്ന തൊഴിലാളികളാണ് ശരിക്കുള്ളത്. അതായത് അതിൽ തന്നെ 24,000-ഓളം വരുന്ന സ്ഥിരം തൊഴിലാളികളുണ്ട്. 24,000 വരുന്ന സ്ഥിരം തൊഴിലാളികളുണ്ട്. ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാട്ടെ ശരിക്കും പറഞ്ഞാൽ. അതായത് ഒരു ബസ്സിന് 2 പേര് കൂടുതൽ ഒരു കാരണവശാലും ശരിക്കും ആവശ്യമില്ല. പക്ഷേ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗവും അതേപോലെ തന്നെ വേണമെങ്കിൽ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വേണമെന്ന് കുറച്ച് പേരും കൂടി ആവാം. ഒരു മിസ്മാനേജ്മെൻ്റ് ആണ് യഥാർത്ഥത്തിൽ നാളിതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ശരിയായിട്ടുള്ള പ്ലാനിങ്ങോ ശരിയായിട്ടുള്ള പഠനമോ ശരിയായിട്ടുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയോ മുൻ സർക്കാരുകൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതിന് ഒരു തർക്കമില്ല. അതിനെ ശരിക്കും നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ. ഇനി നമുക്കൊരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഒരു ദുരന്തം എന്താണെന്ന് അറിയാമോ? ഈ നമുക്ക് പെൻഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. പെൻഷൻ ഇതിന് മുൻപുള്ള ജീവനക്കാർ പെൻഷൻ കൊടുക്കേണ്ടവർക്ക് മാത്രം 35,000 ജീവനക്കാർക്കാണ് പെൻഷൻ കൊടുക്കുന്നത്. 35,000 ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ഈ ബസ്സിൽ നിന്ന് ഓടി വരുന്ന വരുമാനത്തിൽ നിന്ന് ഈ 35,000 ജീവനക്കാർക്ക് ബസ്സിൽ പെൻഷൻ കൊടുക്കണം തികച്ച ശാസ്ത്രീയമാണ് യഥാർത്ഥത്തിൽ. ഒരിക്കലും നമുക്ക് ബസ്സുകളിലെ റൂട്ടുകളിലെ ബാക്കി എണ്ണം കുറയുന്നില്ല. ഓരോ ദിവസം ചെല്ലുന്തോറും ഈ മേഖല തന്നെ ഈ മോട്ടോർ വാഹന മേഖല തന്നെ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വർഷം പിന്നെ മാത്രമല്ല നിലവിലുള്ള ജീവനക്കാർക്ക് വേറെ പെൻഷൻ കൊടുക്കണം കേട്ടോ. നിലവിലുള്ള ജീവനക്കാരെ കൂടാതെ തന്നെ ഈ 35,000 ബസ്സുകൾക്ക് നമുക്ക് അവിടെ ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കണം. വലിയ പ്രശ്നമാണ് ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. സഖാവ് CP ജോണിനെ സംബന്ധിച്ച് എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുമെന്നുള്ള കാര്യം ദൈവം തമ്മിൽ ഇറങ്ങി വന്നാൽ പോലും വേണമെങ്കിൽ രക്ഷപ്പെടുത്താനായിട്ട് ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല ശരിക്കും പറയണമെങ്കിൽ. വലിയ അതിന് പുറമെയാണ് സ്ത്രീകളുടെ സൗജന്യ യാത്രയായിട്ട് ബന്ധപ്പെട്ടത്. നല്ലതാണ് എന്തായാലും സ്ത്രീകൾക്കൊക്കെ തന്നെ. ഈ സർക്കാരെന്ന് പറഞ്ഞ കച്ചവട സ്ഥാപനമൊന്നുമല്ല, പരമാവധി ജനോപകാരപ്രദമായിട്ടുള്ള ജനനന്മയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല മുദ്രാവാക്യമാണ് ശരിക്കും UDF വെച്ചിരിക്കുന്നത്. ഏറ്റവും വളരെ പുരോഗമനപരമായിട്ടും നികുതിദായകർ മാത്രമാവണതിൽ കഥയൊന്നുമില്ല. തിരിച്ച് സർക്കാർ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും കൊടുക്കട്ടെ. പക്ഷേ അതിൽ ചില വശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സർക്കാർ ജോലിയുള്ള സ്ത്രീകൾക്കൊന്നും സൗജന്യമായിട്ട് കൊടുക്കേണ്ടത്. അതിന് മാനദണ്ഡങ്ങൾ വേണമെങ്കിൽ ജൂൺ 15-ാം തീയതിക്കുള്ളിൽ തന്നെ നിശ്ചയിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബസ്സിന് 6.2 ജീവനക്കാരാണ് ശരിക്കും പറയുന്നത്. 6.2 ജീവനക്കാർ. അതായത് ഒരു ബസ്സിന് ഒരു തൊഴിലാളികളായിട്ട് വരുന്നത് അതിൻ്റെ ജീവനക്കാരായിട്ട് വരുന്നത് 6.2 വരുന്നത്. അപ്പോൾ ഒരു ബസ്സിനെ സംബന്ധിച്ച് ചുരുങ്ങി നമ്മൾ കിട്ടുമ്പോൾ 6-7 ജീവനക്കാരാണ് വരുന്നത്. എങ്ങനെ രക്ഷപ്പെടും നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഈ സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദി നാഷൻ എന്നുള്ള രീതിയിൽ പൗരാവകാശ സംരക്ഷണം എന്ന് പറയുന്ന നിങ്ങളോട് നമുക്ക് നിർദ്ദേശം വയ്ക്കാനുള്ളതെന്ന് വെച്ചാൽ കൂടുതലുള്ള തൊഴിലാളികളെ എത്രയും വേഗം അവരുടെ ഒന്നും പണി കളയണമെന്നും ഒരാളും പറയുന്നില്ല. പണി കളയാനും പാടില്ല. അവരെ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് പുനരുദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. അവരെ അടിയന്തരമായിട്ട് പുനരധിവാസം നടത്തുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഈ ആവശ്യമില്ലാത്ത കുറേ തൊഴിലാളികൾ വെച്ച് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പരിമിതപ്പെടുത്തണം. അതേപോലെ തന്നെ വർക്ക്ഷോപ്പ് ജീവനക്കാരാണ് ഇവരൊക്കെ തന്നെ പരിമിതപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ലാഭകരമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്കൊരു കാര്യം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പുനരധിവാസം നടത്തിക്കൊണ്ടല്ലാണ്ട് ഈ KSRTCയെ പരിരക്ഷിക്കാനോ സംരക്ഷിക്കാനോ നമുക്ക് ഒരാൾക്കും കഴിയില്ല. പിന്നെ മാത്രമല്ല ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വകാര്യ മൂലധന വ്യക്തികൾക്കൊക്കെ തന്നെ ഈ ചങ്കായിട്ടുള്ള നമ്മുടെ ഹൃദയഭാഗത്തുള്ള പല ബസ് സ്റ്റാൻഡുകളും വിൽക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് ആലോചിക്കുക, വിൽക്കപ്പെട്ടു. ഇതൊക്കെ തന്നെ വേണമെങ്കിൽ നമ്മുടെ പൊതുമേഖല സംവിധാനം എന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അതൊന്നും വിൽക്കാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ബാലൻസ് ഉള്ള സ്ഥലങ്ങളിലെങ്കിലും തന്നെ എങ്ങനെ റീപ്രൊഡക്റ്റീവായിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ എന്താ ആവിഷ്കരിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ബിൽഡിങ്ങുകൾ പണിയാൻ ഒട്ടനവധി സാധ്യതകളാണ് ശരിക്കുണ്ടെങ്കിൽ. കെട്ടിട സമുച്ചയങ്ങൾ പണിത് നമുക്ക് വാടകയ്ക്ക് കൊടുക്കുകയും ബാക്കിയുള്ള ഒട്ടനവധി സാധ്യതകളുണ്ട്. എന്താ സാധ്യതകളുണ്ട്. അപ്പോൾ പൊതുമേഖല സംവിധാനത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സർവീസ് നടത്തേണ്ടത് തന്നെയാണ് എന്തായാലും. അതാണ് നമുക്ക് ഇതിൽ രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് നമുക്ക് നിർദ്ദേശം വയ്ക്കാനുള്ളത് സ്വിഫ്റ്റിന് കൊടുത്തിരിക്കുന്ന റൂട്ടുകളൊക്കെ തന്നെ എങ്ങനെ തിരിച്ചെടുക്കാൻ കഴിയുമെന്നാണ് നമ്മൾ അറിയുന്നത്. ചിലപ്പോൾ ഒരു MOU ഉണ്ടാവും, ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതിന് അവർക്ക് കോമ്പൻസേഷൻ കൊടുത്താൽ പോലും ആ സ്വിഫ്റ്റ് ബസ്സുകളെ എങ്ങനെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ കഴിയുമെന്ന് ആലോചിക്കണമെങ്കിൽ അത് വളരെ നല്ല ഇതാണ്. പിന്നെ രണ്ടാമത് തൊഴിലാളികളുടെ പുനരധിവാസം നടത്താമെന്നുള്ളതാണ്.
പുനരധിവാസം നടത്തണം യഥാർത്ഥത്തിൽ. അതാണ് മറ്റൊരു വഴിയുള്ളത്. പിന്നെ വളരെ പ്രധാനമായിട്ടും സർക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പൊതുഗതാഗതം നിലനിൽക്കേണ്ട അത്യാവശ്യമാണെന്നും ജനങ്ങളുടെ ക്ഷേമമാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ വെൽഫെയറാണ് ആത്യന്തികമായിട്ടുള്ള പരിഗണന കൊടുക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ KSRTC എന്ന് പറഞ്ഞാൽ ഒരു പൊതുജനക്ഷേമ സർവീസായിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റാൻ വേണമെന്നുണ്ടെങ്കിൽ അറിയാം. പല ഗവൺമെൻറ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ ലാഭത്തിന് വേണ്ടി ചെയ്യണമല്ല, സർവീസാണ്, സേവനമാണോ. ഈവൻ കൃഷിഭവൻ, കൃഷി ഡിപ്പാർട്ട്മെൻറ്റ്, ഇനി മണ്ണ് ജല സംരക്ഷണം, സോയിൽ കൺസർവേഷൻ എന്ന രീതിയിൽ എത്രയോ ഡിപ്പാർട്ട്മെൻറ്റ്, ഈ ഫോറസ്റ്റ്, ഇതിനൊന്നും ലാഭമില്ല യഥാർത്ഥത്തിൽ. എക്സൈസ് എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു ഫോഴ്സ് എന്ന രീതിയിൽ നടത്താമെന്ന് വയ്ക്കുക. മറ്റുള്ള ഒരു മേഖലകളിലും ലാഭമില്ലാത്ത ഒട്ടനവധി നമ്മുടെ വകുപ്പുകളുണ്ട് യഥാർത്ഥത്തിൽ. അതേപോലെ തന്നെ ഇതിനെ ഒരു പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സേവനം ചെയ്യുന്ന തരത്തിലേക്കും അതിൽ നിന്ന് കിട്ടുന്ന വരുമാന വർധനവ് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിന് ഗവൺമെൻറ് അങ്ങനെ നിശ്ചയിച്ചാലാണ് ഇതിൻ്റെ പ്രശ്നം വരുള്ളത്. അല്ലെങ്കിൽ ഓരോ മാസവും ശമ്പളം കൊടുക്കാനും അവരുടെ പെൻഷൻ കൊടുക്കാനും സഖാവ് CP ജോൺ വളരെയധികം ബുദ്ധിമുട്ട് കഴിക്കേണ്ടി വരും. ശരിയായിട്ടുള്ള പഠനം നടത്തി ശരിയായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടല്ലാതെ ഈ KSRTC രക്ഷപ്പെടുത്താനായിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യാനായിട്ട് ബന്ധപ്പെട്ട മന്ത്രി തയ്യാറാകും. അത് മാത്രമല്ല, ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണെന്നാണ് ആൾ തന്നെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംരംഭം നിലനിൽക്കണം. സഖാവ് CP ജോണിന് ചീത്തപ്പേരുണ്ടാകാനായിട്ട് പാടില്ല. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് വളരെ പ്ലാനിങ്ങോടുകൂടി UDFൻ്റെയും മന്ത്രിസഭയുടെയും മുഖ്യമന്ത്രിയുടെയും മറ്റുള്ള എല്ലാ വകുപ്പുകളുടെയും പരിപൂർണ സഹകരണത്തോടെ മാത്രമാണ് നമുക്ക് ഈ പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് കഴിയുക, ശരിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുക. ഈ സ്ത്രീകൾക്ക് മറ്റേ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് തന്നെ അതിൻ്റെ മാനദണ്ഡം ഈ പറയുന്നതിൽ ദാരിദ്ര്യരേഖ പാടില്ല. ശരിക്കും ഒരു കാറുള്ളവനും ദാരിദ്ര്യരേഖ താഴണം. 30,000 രൂപ ഒരു വീട്ടിലൊരു കാറുണ്ടെങ്കിൽ അവൻ ദാരിദ്ര്യരേഖ അല്ല, അവൻ മറ്റേ സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരാളെന്ന രീതിയിലാണ് പറയുന്നത്. ഫ്രിഡ്ജ് ഉണ്ടെങ്കിലും മുന്നിൽ. അപ്പോൾ അത് ആ മാനദണ്ഡങ്ങളല്ല വേണ്ടത്. സർക്കാർ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്നവരൊക്കെ തന്നെ അവരെ ഒഴിവാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ടാക്കിക്കൊണ്ട് നല്ല രീതിയിലൊരു കൃത്യമായിട്ട് അർഹതപ്പെട്ടവർക്കൊക്കെ തന്നെ പൊതുഗതാഗതം എന്ന രീതിയിൽ ഒരു ജനങ്ങളുടെ ക്ഷേമം ആണ് കാക്ഷിക്കുന്നതുണ്ടെങ്കിൽ 100% സ്ത്രീകൾക്ക് ഫ്രീ സർവീസ് അനുവദിക്കുന്നത് 100% എല്ലാവരും തന്നെ, അതായത് പുരോഗമനമായിട്ട് പ്രോഗ്രസീവ് ഔട്ട്ലുക്കുള്ള മുഴുവൻ പേരും അതിനെ നമ്മൾ അംഗീകരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ദാനം കൊടുക്കലല്ല ആവശ്യം ശരിക്കും. പക്ഷേ ഗവൺമെൻറ്റിലേക്ക് നമ്മൾ നികുതി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്ക് റിട്ടേൺ എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാറുണ്ടാലും അല്ലേ, അത് റിട്ടേൺ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്ക് UDF സർക്കാർ അത്തരത്തിലുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നത് എന്തുകൊണ്ടും 100% അംഗീകരിക്കുന്ന ഒരു സംവിധാനം നമ്മളെല്ലാ പൊതുസമൂഹം മൊത്തം അംഗീകരിക്കും. അതിന് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല, മതപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ട അല്ല. നല്ലൊരു തീരുമാനമാണ്. ജനങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ഫിനാൻഷ്യൽ ഇക്വാലിറ്റി കൈവരിക്കുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ നമുക്കൊരു പരിധിവരെ അവരുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറ്റാൻ കഴിയുമെന്നുള്ളതിന് നമുക്ക് ഉറപ്പാണത്. അതും പറഞ്ഞ് ബസ് ചാർജ് യാതൊരു തത്വദീക്ഷയില്ലാത്ത രീതിയിൽ കൂട്ടിക്കൊണ്ടുവരല്ല ചെയ്യേണ്ടത്. ശരിക്കും യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മേലിൽ അധിക ഭാരം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം പൗരാവകാശ സംരക്ഷണ സമിതി അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നാഷൻ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു നിർദ്ദേശമായിട്ട് കാണണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഇത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ എന്താണ് ഡ്രോബാക്ക് അല്ലെങ്കിൽ മെറിറ്റ്സും ഡീമെറിറ്റ്സും കണക്കിലെടുത്തുകൊണ്ട് ഗുണദോഷങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ പൊതുമേഖലാ സംരംഭങ്ങളൊക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള കാര്യം ചർച്ച ചെയ്യപ്പെടണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന എല്ലാവിധ അഭിനന്ദനങ്ങളും.